ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ വരുന്ന LD ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ LD ക്ലർക്കിൻ്റെ LDCയുടെ ഒരു ഫേസ് കഴിഞ്ഞതാണ്. ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ലാപ്പ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 5 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 6ാമത്തെ ക്ലാസ്സാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിനിൻ്റെ പ്രോബ്ലംസും ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് മൊമെൻറ്റ് അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിൻ പ്രോബ്ലംസും ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ബേസിക്സ് പഠിക്കാം. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആദ്യമായിട്ടാണ് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല, ഒരു ബേസും അറിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇനി പഠിച്ചാലും മതി. എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? DTS ട്രയാങ്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു DTS ട്രയാങ്കിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഒരു ടീച്ചർ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, എൻ്റെ ട്രയാങ്കിൾ ഈ സൈഡ് ഒന്ന് വളഞ്ഞു പോയി കേട്ടോ. നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട് നീറ്റായിട്ട് വരച്ചു തരാവേ. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്റ്റൻസ് കൊടുത്തു, ഇവിടെ T കൊടുത്തു, ടൈം, ഇവിടെ സ്പീഡ് കൊടുത്തു. കാര്യം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു DTS ട്രയാങ്കിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ, ടൈമിൻ്റെ, സ്പീഡിൻ്റെ ഫോർമുല കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ട്രയാങ്കിൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡും അതുപോലെ തന്നെ ടൈമും ഒക്കെ നമ്മൾ പഠിക്കുന്ന കേസിൽ ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും സ്പീഡിൻ്റെയും ഫോർമുല നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു DTS ട്രയാങ്കിൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ സ്പീഡ് ഇവിടെ അല്ലേ കിടക്കുന്നത്? സ്പീഡ് ഈക്വൽ ടു എന്താ? ഈ ഡി മേളിലാണ് കിടക്കുന്നത്. താഴെ ഒരു വരയുണ്ട്, അതിൻ്റെ താഴെ എന്തുണ്ട്? T ഉണ്ട്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? D/T ചെയ്താൽ മതി. എന്താണ്? D/T ചെയ്താൽ മതി. അതുപോലെ തന്നെ D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? D മേളിലല്ലേ കിടക്കുന്നത്? T ഇൻറ്റു S ചെയ്താൽ മതി. D ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡാണ്. അതുപോലെ തന്നെ ടൈം കണ്ടുപിടിക്കാനോ? ടൈം കണ്ടുപിടിക്കാൻ മേളിലല്ലേ D, ഇടയിലൊരു വരയുണ്ടല്ലേ, ഡിവൈഡഡ് ബൈ S ആണ്. അപ്പോൾ D ഡിവൈഡഡ് ബൈ S ചെയ്താൽ മതി. അപ്പോൾ ഈ 3 ഫോർമുലയും ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആൻഡ് എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരുന്നാലും നമുക്ക് ഈ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എ മാൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h crosses a bridge in 3 minutes. What is the length of the bridge? അതായത് ഒരാൾ 15 km/h വേഗതയിൽ ഒരു പാലത്തിനെ എത്ര മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു, മുറിച്ച് കിടക്കുന്നു? 3 മിനിറ്റ് കൊണ്ട് അയാൾ ആ ബ്രിഡ്ജിനെ കവർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എങ്കിൽ ആ പാളത്തിൻ്റെ കവർ ചെയ്ത് അയാൾ നടന്നു പോയ ആ ഒരു പാളത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നീളമാണ്, അതായത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് എന്താ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ? ടൈം ഇൻറ്റു സ്പീഡ് ആണല്ലേ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? ടൈം ഇൻറ്റു സ്പീഡ് ആണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ടൈം ഇവിടെ ഉണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന ടൈം എത്രയാണ്? 3 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് 15 km/h തന്നേക്കുന്നത്. നമ്മൾ സാധാരണ സ്പീഡ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡിലും പറയാറുണ്ട്. കിലോമീറ്റർ കണക്കാണെങ്കിൽ km/h എന്നും പറയാറുണ്ട്. അതായത് സെക്കൻഡിൽ ഇത്ര മീറ്റർ, മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ. ആ 2 രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഡിൻ്റെ യൂണിറ്റ് പറയുന്നത്. നമുക്കിവിടെ ഇപ്പോൾ 1 മിനിറ്റിലും 1 കിലോമീറ്റർ
പെർ അവറിലാണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻ അനുസരിച്ച് ചെയ്താൽ മതി. കിലോമീറ്റർ പെർ അവറിലാണെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിലാണ് ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്യാം. അതല്ല മീറ്ററിലോട്ടാണെന്നുണ്ടെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കണേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് തന്നിരിക്കുന്ന സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പീഡിൻ മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും കേട്ടോ. സ്പീഡിൻ മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡിൽ ഉള്ള സ്പീഡ് നമുക്ക് കിട്ടും. കിലോമീറ്റർ പെർ അവറിലുള്ള അതേ സ്പീഡ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡ് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം മിനിറ്റിലാണെങ്കിൽ ആ മിനിറ്റിലുള്ളതിന് സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? മിനിറ്റിന് സെക്കൻഡിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തന്നിരിക്കുന്ന ടൈമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം ഇൻറ്റു സ്പീഡ്, അതായത് ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് പാളത്തിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ പാളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ഇൻറ്റു 15 കിലോമീറ്റർ പെർ അവർ ആണേ. ഇവിടെ യൂണിറ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു യൂണിറ്റിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ടീച്ചർ ഇതിപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത്, ഇതിപ്പോൾ മിനിറ്റിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മീറ്ററിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതുപോലെ തന്നെ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നീളം മീറ്ററിൽ കിട്ടും. അപ്പോൾ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്? 3 × 60. ഓക്കെ, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെങ്കിൽ 3 മിനിറ്റ് എന്ന് പറയുന്നത് 3 × 60 സെക്കൻഡ് ആയിരിക്കും. ഇൻറ്റു 15 കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കഴിഞ്ഞു. നമുക്കിനി ഇത് വെട്ടി ചെയ്യട്ടെ. നോക്കിക്കേ, ഇവിടെ 15 കിടപ്പുണ്ട്, 18 കിടപ്പുണ്ട്. നമുക്ക് 3-ൽ വെട്ടാം. 3-ൽ 15 5 തവണയാണ്. 3-ൽ 18 6 തവണ. 6 × 3 = 18 ആണല്ലോ. ഇനി ഈ 6ഉം ഈ 60ഉം വെട്ടാം. ഒരു 6 60 എന്ന് പറയുന്നത് 6-ൽ 10 തവണയാണ്. 10 6 = 60 ആണല്ലോ. ഇപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടി? 3 × 10 × 5 × 5. അപ്പോൾ എത്ര കിട്ടി? 3 × 10 30. 30 × 5 × 5 25 അല്ലേ. അപ്പോൾ 25 × 30. 25 × 3 എത്രയാ? 75. അപ്പോൾ 75 നമുക്കിവിടെ ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ 750 മീറ്റർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പാളത്തിൻ്റെ നീളം എത്രയാണ്? 750 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ കിലോമീറ്ററിലാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ആൻസറും കിലോമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കിലോമീറ്റർ പെർ അവറും ഇവിടെ സമയവും മണിക്കൂറിലാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കിലോമീറ്ററിലായിരിക്കും ക്വസ്റ്റ്യനിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ടാവുക. അതേസമയം യൂണിറ്റ്സ് എല്ലാം മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ യൂണിറ്റിലോട്ട് മാറ്റുക കേട്ടോ. അപ്പം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് മാറ്റാം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് സ്പീഡ് മാറ്റാൻ 5/18 കൊണ്ട് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പം അത് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ കാർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 72 കിലോമീറ്റർ പെർ അവർ. ഹൗ മെനി മീറ്റേഴ്സ് വിൽ ഇറ്റ് കവർ ഇൻ 15 മിനിറ്റ്സ്? അതായത് എന്താ? ഒരു കാറ് 72 കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ പോവുകയാണ്. 15 മിനിറ്റ് കൊണ്ട് കാറ് എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാറ് 72 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇവിടെയും ചോദിച്ചേക്കുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും? ഇപ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് = എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ആണല്ലോ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടെ സ്പീഡ് എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ. അതുപോലെ ടൈം എത്ര തന്നേക്കുന്നത്? 15 മിനിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റിൽ നമുക്ക് ഒരുപോലെ കൊണ്ടുവരണ്ടേ. അപ്പോൾ ടീച്ചർ ഡിസ്റ്റൻസ് മീറ്ററിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസ് മീറ്ററിലോട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സ്പീഡ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 72 കിലോമീറ്റർ
72 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് നോക്കാം. 72 ഇൻറ്റു 5/18 ചെയ്യുക. ഇനി 8ൻ്റെ മൾട്ടിപ്പിളാണ് എന്ത് 72 എന്ന് പറയുന്നത് കേട്ടോ. ഒരു 18. ഓക്കെ, ഇനി 18 ഇൻറ്റു 4 എത്ര 72 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര കിട്ടി? 4 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് എത്ര കിട്ടി? 20 ഇൻറ്റു ഡിസ്റ്റൻസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എത്രയാ? 15 മിനിറ്റ് ആണ്. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റണ്ടേ. അപ്പോൾ 15 ഇൻറ്റു 60 ചെയ്താൽ മതി. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 15 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 15 ഇൻറ്റു 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം നമുക്കിത്. അപ്പോൾ എത്ര കിട്ടും? 15 ഇൻറ്റു 2 എത്രയാ? 15 ഇൻറ്റു 2 30 ആണല്ലേ. 30. അപ്പോൾ 30 ഇൻറ്റു 60 ആണല്ലോ. 6 ഇൻറ്റു 3 എത്ര കുട്ടികളെ? 18. 6 3 18 ആണേ ആണല്ലോ. അപ്പോൾ 18. 6 3 18. ബാക്കി 2 പൂജ്യം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. 1800 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയേക്കുന്നത് കേട്ടോ. ലെങ്ത് നമുക്ക് എത്ര കിട്ടി? എത്ര ദൂരം സഞ്ചരിക്കും 15 മിനിറ്റ് കൊണ്ട്? 1800 മീറ്റർ സഞ്ചരിക്കും. ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നോക്കിക്കേ, 15 ഇൻറ്റു 2 ആണ് 30 കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ കിടക്കുന്ന 15 ഇൻറ്റു 20 അല്ലേ കുട്ടികളെ. അപ്പോൾ ഇവിടെ 300 വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൂജ്യം കൂടെ വരുവേ. 1800 അല്ല, 18,000 ആണ് വരുന്നത് കേട്ടോ. 18,000 മീറ്റർ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് അല്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A person travels from A to B at a speed of 20 km per hour and returns at a speed of 30 km per hour. Find his average speed for the whole journey. എന്ന് വെച്ചാൽ എന്താ? ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 20 km per hour വേഗതയിൽ പോവാണ്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് അയാൾ 20 km per hour സഞ്ചരിക്കുന്നു. തിരിച്ച് ബിയിൽ നിന്ന് അയാൾ എയിലോട്ട് 30 km per hour സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത, ആവറേജ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. 2 ഇൻറ്റു ഫസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് S1, സെക്കൻഡ് S2 ആണെങ്കിൽ 2 ഇൻറ്റു S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. അപ്പോൾ ശരാശരി വേഗത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ശരാശരി വേഗത എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 ഇൻറ്റു S1 എത്രയാ? 20, S2 എത്രയാ? 30 ആണ്. ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? 2 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 എത്ര? 50 ആണല്ലോ. ഇനി നമുക്ക് വെട്ടി ചെയ്യാം. ഈ 0യും ടീച്ചറോട് വെട്ടി കേട്ടോ. ബാക്കി ഈ 5ഉം 20ഉം വെട്ടാം. ഒരു 5 5 20 5ൽ 4 തവണയാണ്. 4 5 20. 4 ഇൻറ്റു 2 8, 8 3 എത്ര? 24. അപ്പോൾ ശരാശരി വേഗത എത്ര? 24 km per hour ആണ് എത്ര? ശരാശരി വേഗത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് മായ ഗോസ് ടു ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km per hour, ഷീ റീച്ചസ് 5 minutes late. If she travels at a speed of 60 km per hour, she is 10 minutes earlier. What is the distance to office from her home എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് മായ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓഫീസിലേക്ക് പോകുന്നു. പോയപ്പോൾ എന്ത് പറ്റി? 5 മിനിറ്റ് വൈകിയാണ് മായ ഓഫീസിലെത്തിയത്. അവൾ 60 km per hour വേഗതയിൽ പോയപ്പോൾ
10 മിനിറ്റ് നേരത്തെ എത്തുന്നു. അപ്പോൾ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓഫീസിലേക്ക് പോയപ്പോൾ 5 മിനിറ്റ് വൈകിയും 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോണേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതായത് എന്താണ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോയപ്പോൾ 5 മിനിറ്റ് നേരത്തെ വൈകി എത്തി, തിരിച്ച് വേറൊരു സ്പീഡിലായപ്പോഴത്തേക്ക് സ്പീഡ് കൂട്ടിയപ്പോൾ എന്താണ് 10 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട പിള്ളേരെ, ഈ ഒരു ഫോമുല നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് സ്പീഡ്, അതായത് തന്നിരിക്കുന്ന സ്പീഡില്ലേ അതിൻ്റെ ഗുണനഫലം പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ്, അതായത് തന്നിരിക്കുന്ന സ്പീഡിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. ഡിഫറൻസ് ഇൻ സ്പീഡ് എടുക്കുക, സ്പീഡിൻ്റെ വ്യത്യാസം എടുക്കുക, ഇൻറ്റു ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി, ഇൻറ്റു ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി. ഇനി ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈം ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. ഇത് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏർലി ആണെങ്കിൽ നേരത്തെ എത്തി അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്, ആദ്യം ലേറ്റായിട്ട് എത്തി, പിന്നെ എന്താണ് ഏർലി ആയിട്ട് എത്തി, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അതിന് പകരം ഏർലി ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി കാണാനായിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, നമുക്ക് തന്നിരിക്കുന്ന സമയമുണ്ടല്ലോ, സമയം അതിനെ കുറയ്ക്കണം. തന്നിരിക്കുന്ന സമയം എന്ത് ചെയ്യണം, സമയങ്ങൾ തമ്മിൽ കുറയ്ക്കണം. ഇനി അതേസമയം ലേറ്റ് ക്വസ്റ്റിനകത്ത് ലേറ്റ് ആൻഡ് ലേറ്റ് ആണെങ്കിലും ടൈം ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സമയങ്ങൾ തമ്മിൽ കുറയ്ക്കണം. ഇനി ഇയർലി ആൻഡ് ലേറ്റ് അല്ലെങ്കിൽ ലേറ്റ് ആൻഡ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, കൂട്ടണം. തന്നിരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ അതിനെ കൂട്ടി എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നേ. ഇഫ് മായ goes to office at a speed of 40 km per hour, she reaches 5 minutes late. If she travels at a speed of 60 km per hour, she is 10 minutes early. What is the distance to office from her home എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മായ 40 km per hour വേഗതയിൽ ഓഫീസിലേക്ക് പോയപ്പോൾ 5 മിനിറ്റ് വൈകിയാണ്, അതായത് ലേറ്റ്. ഓക്കെ, അടുത്ത 60 km per hour വേഗതയിൽ പോയപ്പോൾ 5 മിനിറ്റ് നേരത്തെ ഏർലി. അപ്പോൾ നമുക്ക് ഏത് വരും, ഡെൽറ്റ ടി കണ്ടുപിടിക്കുക ഈ ഒരു പോർഷനാണ്. ഏർലി ആൻഡ് ലേറ്റ് അല്ലെങ്കിൽ ലേറ്റ് ആൻഡ് ഏർലി ഇങ്ങനെയും വരാം. ആദ്യം ലേറ്റായി പിന്നെ ഏർലി, ഈ രണ്ട് കേസും വരാം. അപ്പോൾ അതിലെന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതിയാൽ മതി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സ്പീഡുകളുടെ പ്രോഡക്റ്റ് എടുക്കുക, ഗുണനം എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന 40 × 60 ആണല്ലോ, ഡിവൈഡഡ് ബൈ അവയുടെ ഡിഫറൻസ് എടുക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. 60 നിന്ന് 40 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 20 കിട്ടും. ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, തന്നിരിക്കുന്ന സമയം അത് നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ഈ പറഞ്ഞില്ലേ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏർലി ആൻഡ് ലേറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുക, ലേറ്റ് ആൻഡ് ഇയർലി ആണെങ്കിൽ കൂട്ടുക, രണ്ടും ഏർലി ആണെങ്കിൽ കുറയ്ക്കണം, രണ്ടും ലേറ്റ് ആണെങ്കിലും കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലേറ്റ് ആൻഡ് ഏർലി ആയതുകൊണ്ട് കൂട്ടണം. അപ്പോൾ 10 മിനിറ്റും 5 മിനിറ്റ്, അപ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 15 മിനിറ്റ് ആണ് അല്ലേ. 10 + 5 15 മിനിറ്റ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നിരിക്കുന്നത് ആണല്ലോ, കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവറിലോട്ട് മാറ്റണം. 15 മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ എത്ര മണിക്കൂർ എന്ന് പറയും, ഒരു മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 60 നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി 0 കട്ട് ചെയ്യാം. 2 ഒരു തവണ, 4 2 തവണ ആണല്ലോ. ബാക്കി എന്ത് കിട്ടും, 2 × 15 അതായത് 30 കിലോമീറ്റർ ആണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്.
ഓക്കെ, നമ്മളിവിടെ ചെയ്തേക്കുന്ന ഒന്നുമല്ല, ജസ്റ്റ് ഏത് ടൈപ്പാണെന്ന് നോക്കിയാൽ, ലേറ്റ് ആണോ ഏർലി ആണോ നോക്കിയാൽ. ലേറ്റ് ആൻഡ് ഏർലി ആണെന്നുണ്ടെങ്കിൽ ഈ ഫോമിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, ഡെൽറ്റ ടി മീൻസ് ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതങ്ങ് ഉറപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് ഓഫ് സ്പീഡ് എടുക്കുക. തന്നിരിക്കുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവറിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസും എന്താണ് കിലോമീറ്ററിലായിരിക്കും വരിക. അതേസമയം സമയം നമുക്ക് മിനിറ്റിലാണ് തന്നേക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട്, സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സമയത്തിനെ അവറിലോട്ട് മാറ്റുകയാണ്. അപ്പം അവറിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം? മിനിറ്റിന് മണിക്കൂറാക്കി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ഈ ഡെൽറ്റ ടി ഇവിടെ കണ്ടുപിടിച്ചിട്ട് അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫോമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. 40 × 60 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ സ്പീഡ് എന്ന് പറയുന്നത് 60 - 40 20 എഴുതി. ഇൻറ്റു എത്രയാണ്? ഡെൽറ്റ ടി എന്ന് പറയുന്നത് 15 ആണ്. തന്നിരിക്കുന്ന രണ്ട് ടൈമും തമ്മിൽ കൂട്ടിയിട്ട് മിനിറ്റ് ആയതുകൊണ്ട് മണിക്കൂറിലോട്ട് മാറ്റാൻ അതിന് 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 കിലോമീറ്റർ എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. പഠിച്ചു വെച്ചോ കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. A train of length 270 meters crosses a telegraph post in 18 seconds. Then the speed of the train is. അപ്പോൾ ട്രെയിനിൻ്റെ പ്രോബ്ലംസും നമുക്ക് വരാം. ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് ട്രെയിനിൻ്റെ പ്രോബ്ലംസും വരാം. അപ്പോൾ ട്രെയിനിൽ നമുക്ക് ചോദിക്കുന്ന ഒരു കോമൺ, ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിലുള്ള ക്വസ്റ്റൻ ആണിത്. നോക്കിക്കേ, ഒരു ട്രെയിൻ 270 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു ടെലിഗ്രാഫ് പോസ്റ്റിന് 18 സെക്കൻഡ് കൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മീറ്ററിലും സെക്കൻഡിലുമാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിൻ്റെ ലെങ്ത് എത്ര? ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നീളം, അതായത് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 270 മീറ്റർ ആണല്ലോ. അത് ആ ഒരു ടെലിഗ്രാഫ് പോസ്റ്റിനെ കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത് 18 സെക്കൻഡാണ്. അപ്പോൾ ഇത് മീറ്ററും ഇത് സെക്കൻഡുമാണ്. നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ വേഗത. അപ്പോൾ വേഗത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, സ്പീഡ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ. അല്ലെങ്കിൽ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 270 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 18 ആണല്ലോ. ഒരു ടെലിഗ്രാഫിന് പോസ്റ്റിനെ കടന്നു പോകുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ട്രെയിനിൻ്റെ നീളം തന്നെയാണ് കേട്ടോ. ടെലിഗ്രാഫ് പോസ്റ്റിനെ കടന്നു പോകുമ്പോഴത്തേക്കും ഒരു ട്രെയിൻ ഇങ്ങനെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെയിനിൻ്റെ നീളം തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം 270 / 18 ചെയ്യുക. നമുക്ക് വെട്ടി ചെയ്യാം. 9 നമുക്ക് വെട്ടാം അല്ലേ. 9 18 2 തവണയാണ്. 9 27 എന്ന് പറയുന്നത് 3 തവണയാണ്. ഈ 0 അതുപോലെ ഇട്ട് കൊടുത്തേ. 30/2 എത്രയാ? 30ൻ്റെ പകുതി 15. അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ദിവസം നോക്കിക്കേ. A train 150 meter long takes 20 seconds to cross a platform 450 meter long. The speed of the train is. അതായത് 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 450 നീളമുള്ള പ്ലാറ്റ്ഫോമിനെ 20 സെക്കൻഡ് കൊണ്ട് കടന്നു പോയാൽ ട്രെയിനിൻ്റെ വേഗത എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് എന്താണ്? ഒരു ടെലിഗ്രാഫ് പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ക്വസ്റ്റിനകത്ത് ടെലിഗ്രാഫ് പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു മാൻ എന്നോ അല്ലെങ്കിൽ പോളെന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ, അതായത് ലെങ്ത് എടുക്കുമ്പോൾ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എടുക്കുമ്പോൾ എന്തെടുത്താൽ മതി? ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് വ്യത്യാസം വരത്തില്ല. അതേസമയം ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോവുകയാണ്, ഒരു ടണലിനെ കടന്നു പോവുകയാണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പ്ലാറ്റ്ഫോം, ക്വസ്റ്റിനകത്ത് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടണൽ ഇതിനൊക്കെ കടന്നു പോകുന്ന കേസ് അല്ലെങ്കിൽ ബ്രിഡ്ജ്, ഇതൊക്കെ കടന്നു പോകുന്ന കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്, അതായത് ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് ഇപ്പോൾ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്. ഓക്കെ, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ആ ഒരു ട്രെയിൻ കവർ ചെയ്ത് പോകുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വെച്ചേക്കും, ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിക്കും നിങ്ങൾ, ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന് താഴെ കൂടെ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് വരുവാണേ. അപ്പോൾ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വരും? ഒന്ന് ഈ ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ്
അത് ഓൾറെഡി ഉണ്ടല്ലേ. പ്ലസ് എന്താണ് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കുമാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആവുന്നത് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യുന്നു. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കൂടെ കവർ ചെയ്യുന്നു. പ്ലസ് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും കൂടെ ആകുമ്പോഴത്തേക്കാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആവുന്നത്. മനസ്സിലായോ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പ്ലാറ്റ്ഫോം പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കി നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, വേഗത അല്ലേ. സ്പീഡ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 150 മീറ്റർ പ്ലസ് 450 മീറ്റർ ഡിവൈഡഡ് ബൈ ടൈം എത്ര, 20 സെക്കൻഡ്. ഇത് മീറ്ററിലും സെക്കൻഡിലും ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. 150 പ്ലസ് 450, 450 പ്ലസ് 50 500, 500 പ്ലസ് 100 എത്ര, 600, 600 ബൈ 20 ആണ് വരുന്നത്. വെട്ടി ചെയ്യാം നമുക്ക്. 00 ടീച്ചർ കട്ട് ചെയ്തു. ബാക്കി 60 ബൈ 2 എത്ര, 60 ബൈ 2 എന്ന് പറയുന്നത് 60ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്രെയിനിൻ്റെ വേഗത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തെന്താ പറഞ്ഞേക്കുന്നത്, 2 trains of length 210 meter and 130 meter respectively are running in opposite directions on parallel tracks. If their speeds are 32 km per hour and 36 km per hour respectively, in what time they cross each other എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 210 മീറ്റർ 130 മീറ്റർ നീളമുള്ള 2 ട്രെയിനുകൾ 32 km per hour 36 km per hour എന്ന വേഗതയിൽ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ട്രെയിനുകൾ ഒരുമിച്ച് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രോസ് ചെയ്യുന്ന ആ ഒരു സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കേ, നമ്മൾ റിലേറ്റീവ് സ്പീഡാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. അതായത് ഒരു ട്രെയിൻ ഇങ്ങനെയുണ്ട്, ഒരു ട്രെയിൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്, ഈ ട്രെയിൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. വേറൊരു ട്രെയിൻ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു പാരലൽ ട്രാക്കിൽ ഇങ്ങോട്ട് വരുവാണ്. ഓക്കെ, ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ഈ രണ്ടിൻ്റെ ട്രാക്ക് വ്യത്യാസമാണ് കേട്ടോ. ടീച്ചർ വരച്ചേക്കുന്നത് നോക്കണ്ട, രണ്ടിൻ്റെ ട്രാക്ക് വ്യത്യാസമാണ്. പാരലായിട്ട് വരുവാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഇവരെന്ത് ചെയ്യും, ക്രോസ് ചെയ്ത് പോവല്ലേ. അതായത് ഈ ട്രെയിൻ ഇവിടെയും വരും, മറ്റേ ട്രെയിൻ എന്ത് ചെയ്യും, ഇതിവിടെയും, അതായത് ഒന്നിങ്ങോട്ടല്ലേ പോകുന്നത്, മറ്റേത് ഇവിടെയും വരും. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. എന്ത് ചെയ്യും, ഇതിങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകും. ആ ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ആ ഒരു സമയമാണ് ചോദിച്ചേക്കുന്നത്. കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2 ട്രെയിനും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് അതിൻ്റെ റിലേറ്റീവ് സ്പീഡാണ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ 2 സ്പീഡ് ഉണ്ടല്ലോ, 2 ട്രെയിനിൻ്റെ സ്പീഡുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. ഓപ്പോസിറ്റ് ഡിറക്ഷനെ ചോദിക്കത്തുള്ളൂ പരീക്ഷയ്ക്ക്, മാക്സിമം ഓപ്പോസിറ്റ് ഡിറക്ഷനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന 2 സ്പീഡിനെയും ആഡ് ചെയ്യുക. നമുക്കിവിടെ തന്നിരിക്കുന്ന സ്പീഡ് 32 km/h 36 km/h ആണ്. അപ്പോൾ നമുക്ക് അന്ന് ആഡ് ചെയ്യാം. 32 + 36 എത്ര കിട്ടും, 68 km/h ആണ് റിലേറ്റീവ് സ്പീഡ് ഓഫ് ദി ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 68 km/h ആണ്. ഇനി ലെങ്ത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും, ടോട്ടൽ ലെങ്ത് നമുക്കിപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്, സമയമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ടൈം ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം മേളിൽ പോകുമ്പോൾ സ്പീഡ് താഴെ വരും. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്ത്, ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന ഡിസ്റ്റൻസുകൾ തമ്മിൽ ട്രെയിനിൻ്റെ ലെങ്തുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. ഡിസ്റ്റൻസ് കവർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇത് 210 ലെങ്ത് എന്ന് പറയുന്നത് 210 ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 130 അപ്പോൾ ഡിസ്റ്റൻസിന് വ്യത്യാസം വരുന്നില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 210 + 130 ഡിവൈഡഡ് ബൈ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 68 km/h ആണ്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 210 + 130 എത്ര കിട്ടും, 340 ആണ്. ഡിവൈഡഡ് ബൈ 68. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
മേളിൽ കിടക്കുന്ന ഡിസ്റ്റൻസ് മീറ്ററിലാണ്, ഇത് മീറ്ററിലാണ്. താഴെ കിടക്കുന്ന ഈ 68 എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് km/hലാണ്. നമുക്ക് m/s മാറ്റണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. അപ്പോൾ ബാക്കി ഇവിടെ ചെയ്തു തരാവേ. 340 ഡിവൈഡഡ് ബൈ 68 ഇൻറ്റു 5. ഈ 18 ഉണ്ടല്ലോ അതങ്ങ് മേളി വരും. മേളി വരുമ്പോൾ മേളിലാവും അത് 18 ആണല്ലോ. അതായത് എ ഡിവൈഡഡ് ബൈ ബി ബൈ സി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു സി ബൈ ബി എന്ന് എഴുതാം. ഈ സി മേളിൽ വരും. മനസ്സിലായോ? അതേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. 340 ഡിവൈഡഡ് ബൈ 68 ഇൻറ്റു 5/18 ഈ 18 എന്ന് പറയുന്നത് ടീച്ചർ അടുത്ത് മേളിലിട്ടു. നമുക്ക് വെട്ടി ചെയ്യാം. ഇത് വെട്ടി ചെയ്യുമ്പോൾ വെട്ടിച്ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ 340 അല്ലേ, നമുക്ക് 5 വെട്ടാം. 5 വെട്ടുമ്പോൾ ഒരു 5 ഇവിടെ എത്ര വരും? 6×5 30 ആണല്ലോ. ബാക്കി 4 ബാലൻസ് ഉണ്ട്. 4 ഈ 0യോട് ചേരുമ്പോൾ 40. 40 എന്ന് പറയുമ്പോഴത്തേക്കും 5ൽ 8×5 40 ആണേ. 68/68 വന്നു. അത് ഈ 68 സുഖമായിട്ട് കട്ട് ചെയ്യാം. ബാക്കി എത്ര വരും നമുക്ക്? 18 സെക്കൻഡ്. 18 സെക്കൻഡ് കിട്ടിയോ? ആൻസർ കിട്ടിയോ? 18 സെക്കൻഡാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ലാപ്പിൽ നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ജസ്റ്റ് DTS ട്രയാങ്കിൾ നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് മാൻ റണ്ണിങ് സ്പീഡ് ഓഫ് 15 km/h, ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യുന്നു 3 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്? അതായത് DTS ട്രയാങ്കിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമും അതുപോലെ തന്നെ സ്പീഡിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു km/h m/s കൺവേർഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. km/h m/s മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പിന്നെ റിലേറ്റീവ് സ്പീഡ് ഇത് കിടപ്പുണ്ട്. റിലേറ്റീവ് സ്പീഡ് അല്ല, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് പോകുന്ന ഒരാളുടെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്പീഡ് എടുക്കുക. 2 × s1s2 ഡിവൈഡ് ബൈ s1 + s2 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടും. പിന്നെന്താണ്? പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി ലേറ്റ് ഏർലി പ്രോബ്ലംസ് വരുമ്പോൾ ഒരൊറ്റ ഫോർമുല 4 ടൈപ്പ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. ഓക്കെ. പിന്നെ അടുത്ത ട്രെയിൻ ഒരു പോളോ അല്ലെങ്കിൽ ഒരു മാനിനെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെയോ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കുള്ള സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ട്രെയിനിൻ്റെ തന്നെ ഡിസ്റ്റൻസ് എടുത്താൽ മതിയാകും. അതുപോലെ പ്ലാറ്റ്ഫോമിനെയോ ടണലിനെയോ ബ്രിഡ്ജിനെയൊക്കെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് ആണ് വരുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ റിലേറ്റീവ് സ്പീഡിൻ്റെ പ്രോബ്ലം നമ്മൾ പഠിച്ചു. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്പീഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ലാപ്പിൽ നോക്കി പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.